ഹലോ ഗൈസ്, നമ്മൾ ഒരു കിച്ചൺ സെറ്റ് ഓർഡർ ചെയ്തു കേട്ടോ. കളിക്കാനാണ് കേട്ടോ, തിരികെ ടൈം പാസ് പോട്ടെ. അതിൻ്റെ പോർഷൻസ് നമുക്ക് കാണിച്ചത് ഇതാണ്. ഫ്രണ്ട് ഭാഗം ചെസ്റ്റ് സെറ്റ് കിച്ചൺ എന്നാണ് കേട്ടോ. ഇതിങ്ങനെ പോർഷൻ എന്ന് വെച്ചാൽ നമുക്കിതൊരു ലഗേജ് പോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. ഒരു ലഗേജ് ആയിട്ടാണ് നമുക്ക് തുറക്കാൻ ഈ ഒരു ബ്ലൂ ബട്ടൺ അമർത്തിയാൽ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ഓപ്പൺ ആവില്ല. കുറച്ച് ബലം കൊടുത്തിട്ടേ ഓപ്പൺ ആവുള്ളൂ. ഇതാണ് നമ്മുടെ പെട്ടി. ഇതിനുള്ളിലാണ് നമ്മുടെ ടോയ്സൊക്കെ ഉണ്ടാവുക കേട്ടോ. ടോയ്സിന് അതേപോലെ എടുത്തു വയ്ക്കണം എന്നൊക്കെ നമ്മുടെ അതിൻ്റെ ബേക്കിൽ പുറകിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ പെട്ടി. ഇനി നമുക്ക് ഇതൊന്ന് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ പെട്ടി. അത് നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ പോർഷൻ വന്നിട്ട് ഇത് ഈ ഒരു റെഡ് കളറാണ്. ഈ ഒരു റെഡ് കളർ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലത്തെ കുറച്ച് പോർഷൻസൊക്കെ നമുക്ക് കറക്റ്റായി വെച്ച് കൊടുക്കണം. നമുക്കിത് ഈ ഒരു രണ്ട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു വലിയൊരു ഭാഗം നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഉള്ളിലേക്ക്. ഈ ഒരു ഭാഗവും കൂടി നമുക്കൊന്ന് ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അതിലേക്ക് കൊള്ളില്ലെങ്കിൽ നമുക്ക് തിരിച്ചങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്ലൂ നമുക്ക് ഇതിൻ്റെ ആ രണ്ട് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഒന്നും പൊട്ടില്ല. ഗ്യാപ്പിലൂടെ ഒന്ന് നടുവെന്നൊന്ന് ഇറക്കി കൊടുക്കാം. നന്നായി ഇറങ്ങി അങ്ങോട്ട് പോകണം കേട്ടോ മക്കളെ. അതിൻ്റെ ഇടയിലൂടെ ഇതൊക്കെ ഈ ഒരു ഫസ്റ്റ് മെയിന് ഈ രണ്ട് പോർഷൻസൊക്കെ അളകും. എന്നാലും നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂ സാധനം വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സൂത്രം കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കിടത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങോട്ട് പോവില്ല, ഇങ്ങനെ പോവില്ല. ഇനി നമുക്ക് അതിന് മുകളിൽ എന്താണെന്ന് വെക്കാമെന്ന് ചോദിച്ചാൽ, മുകളിൽ നമുക്ക് വെക്കേണ്ടത് ഈ ഒരു പോർഷനാണ്. ഈ ഒരു ഷെഫിൻ്റെ ഒരു പോർഷൻ മുകളിൽ വെക്കണം. ഇത് ഇങ്ങനെ പകുതി വേണ്ടി കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ രണ്ട് തട്ടുകളായിട്ട് രണ്ട് പോർഷൻസ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ഭാഗം നമുക്കിത് ഈ ഒരു ഗ്യാപ്പിക്ക് തന്നെ നമുക്ക് ഇങ്ങോട്ട് തിരികെ കൊടുക്കാം. നല്ല അങ്ങോട്ട് തിരിക്കണം കേട്ടോ. നമ്മൾ കുറച്ച് തിരികിയിട്ട് കാര്യം വരുന്നില്ലല്ലോ. നന്നായിട്ടൊന്ന് ഒന്ന് തിരികെ കൊടുക്കാം. ഇത് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് അതേപോലെ അപ്പുറത്തെ ഭാഗം ഇതൊക്കെ എല്ലാം ഫിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു ലുക്ക്. ഈ ഒരു ഷെഫിൻ്റെ ഭാഗം നമുക്ക് നമ്മുടെ പുറകിൽ ഈ രണ്ട് ഭാഗത്തിനോട് അടുപ്പിച്ചൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ബേക്കിലേക്ക് പോയി ഒന്ന് അടുപ്പിച്ചൊന്ന് വെച്ച് കൊടുക്കാം. അതൊന്ന് ഉള്ളിലേക്ക് ഇത്തിരി ഇറങ്ങണം കേട്ടോ. ഉള്ളിലേക്ക് ഇറങ്ങിയാലേ നമുക്ക് ഇത്തിരി ഒരുപാട് ബലം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ കിച്ചണിൻ്റെ ഇതാണ് ലുക്ക്. ഇനി നമുക്ക് സാധനങ്ങളെല്ലാം വെക്കണ്ടേ? സാധനങ്ങൾ വെക്കണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. സാധനങ്ങളെല്ലാം വെച്ച് ഞാൻ ഒന്ന് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അത് നമുക്ക് ഗസ്റ്റ് വരുന്ന പോലെയൊക്കെ കളിക്കുകയാണെങ്കിൽ ഈ ഒരു ലഗേജും കൊണ്ട് തന്നെ കളിക്കാം കേട്ടോ. ഈ ഒരു ലഗേജായിട്ട് ഗസ്റ്റ് വരുന്നത് പോലെ, പിന്നെ ഹോമത്തെ ആൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന പോലെ ലിറ്റിൽ ഷെഫ് സെറ്റ്. ഇതാണ് നമ്മുടെ കിച്ചൺ സെറ്റ്. വേണ്ടവർ അടിയിലൊന്ന് ലിങ്ക് ചെയ്യും. അതിനിടയിലൂടെ ഞാനൊരു വാച്ച് വാങ്ങിയിട്ടോ. വില കുറവിന് ഓഫർ ഇട്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചാണ്. ഇതിന് റേറ്റ് വരുന്നത്, ഇതാണ് നമ്മുടെ വാച്ച്. കറക്റ്റ് സമയമാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. നമ്മുടെ ചാനൽ കണ്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ ഈ കിച്ചൺ സെറ്റ് എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഒന്നും കൂടി നമ്മുടെ കിച്ചൺ സെറ്റ് ഒന്ന് കാണിച്ച്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.